ഞാൻ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള, അതായത് ദേവഭൂമി എന്ന് വിളിക്കപ്പെടുന്ന നാട്ടിൽ നിന്നുള്ള അനന്യ നേഗി ഇവിടെ യുവജനകാര്യ മന്ത്രാലയത്തെ പ്രതിനിധീകരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു, ഭരണഘടന എന്നത് വെറുമൊരു നിയമരേഖ മാത്രമല്ല, അത് ജീവിതത്തിന്റെ ഒരു വാഹനമാണ്. അതിന്റെ ആത്മാവ് കാലഘട്ടത്തിന്റെ ആത്മാവാണ്. നാം എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുന്നു. പക്ഷേ ഓർമ്മിക്കുന്നത് എളുപ്പമാണ്, മനസ്സിലാക്കുക എന്നത് പ്രയാസകരവും. കാരണം നമ്മൾ അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പൈതൃകത്തെ വെറുമൊരു ദിവസത്തിലേക്ക് മാത്രം നാം ഒതുക്കില്ലായിരുന്നു. അദ്ദേഹം നമുക്ക് ഭരണഘടന നൽകി, ജനാധിപത്യം നൽകി, മൗലിക അവകാശം നൽകി എന്ന് നാം അഭിമാനത്തോടെ പറയുന്നു. എന്നാൽ തനിക്ക് അന്തസ്സും വെള്ളവും വിദ്യാഭ്യാസവും നിഷേധിച്ച ആ വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം പോരാടിയതും, എന്നിട്ടും ജനങ്ങൾ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തതും നാം ഓർക്കുന്നുണ്ടോ? അദ്ദേഹം കേവലം ഭരണഘടന എഴുതുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സമത്വം എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു യാഥാർത്ഥ്യമാക്കുന്ന ഒരു രാഷ്ട്രത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. എന്നിട്ടും ഇന്നും ജാതി, മതം, വർണ്ണം, ഭാഷ എന്നിവയുടെ പേരിൽ വിഭജനങ്ങൾ തുടരുന്നത് നാം സാക്ഷ്യം വഹിക്കുന്നു. നഷ്ടപ്പെട്ടേക്കാവുന്നതിനെക്കുറിച്ചുള്ള ഭയത്തിന്റെയും ഭീഷണിയുടെയും ശബ്ദങ്ങൾ ഉയരുന്നു. എന്നാൽ ഒരുപക്ഷെ യഥാർത്ഥ ചോദ്യം ഇതാണ്: യാഥാർത്ഥ്യത്തിൽ ഭീഷണി നമ്മുടെ വൈവിധ്യത്തിലാണോ, അതോ നമ്മെ ഒന്നാകുന്നതിൽ നിന്ന് തടയുന്ന നമ്മുടെ ചിന്താഗതിയുടെ അതിർവരമ്പുകൾക്കാണോ? ബാബാ സാഹിബ് എഴുതിയ നമ്മുടെ ഭരണഘടന നമുക്ക് 100 വ്യത്യസ്ത ഐഡന്റിറ്റികളല്ല നൽകിയത് മാന്യരെ, അത് നമുക്ക് ഒരൊറ്റ ഐഡന്റിറ്റിയാണ് നൽകിയത്. അത് തുടങ്ങുന്നത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്ന അമരമായ വാക്കുകളോടെയാണ്. നമ്മൾ ഹിന്ദുക്കളോ, നമ്മൾ മുസ്ലിങ്ങളോ, നമ്മൾ പഞ്ചാബികളോ, നമ്മൾ സിഖുകാരോ, നമ്മൾ തമിഴരോ എന്നല്ല അത് പറയുന്നത്. നമ്മൾ ഭാരതത്തിലെ ജനങ്ങളെന്നാണ്. അതുകൊണ്ട് ഇന്ന് ഭാരതത്തിന്റെ പാർലമെന്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ചരിത്രത്താൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രത്തെ മാത്രമല്ല ഞാൻ കാണുന്നത്, ഒരു കാഴ്ചപ്പാടിലൂടെ രൂപപ്പെട്ട ഒരു രാഷ്ട്രത്തെയാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ BR അംബേദ്കർ നമുക്കേവർക്കും നൽകിയ ആ കാഴ്ചപ്പാട്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും, വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും, വ്യത്യസ്ത ഭാഷകളിൽ നിന്നുമുള്ള ആളുകൾ വെറുതെ മത്സരിക്കാൻ മാത്രമല്ല, മറിച്ച് സംഭാവനകൾ നൽകാൻ ഒന്നിച്ചു വരുന്ന ഒരു ഇന്ത്യ.